എന്നെങ്കിലും ഒരു ദിവസം അമ്മ തിരിച്ചുവരും എന്ന വിശ്വാസത്തിലാണ് ആലപ്പുഴ മാന്നാറിലെ കലയുടെ മകൻ ഇപ്പോഴും. കല മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരെയും പ്രതികൾ വിശ്വസിപ്പിച്ചത്. പ്രതികൾ പലപ്പോഴും കലയെപ്പറ്റി അന്വേഷിക്കാറുണ്ടായിരുന്നുവെന്ന് കലയുടെ ബന്ധുക്കളും പറയുന്നു. 1.5 പതിറ്റാണ്ടായി കലയെ ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ആർക്കും തോന്നാവുന്ന സംശയം. അവിടെയാണ് പ്രതികളുടെ സാമർഥ്യം. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഭർത്താവ് അനിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ കല വീട് വിട്ടെന്നുമാണ് പ്രചരിപ്പിച്ച കഥ. കലയെ കാണാതാകുമ്പോൾ മകന് പ്രായം 2 വയസ്സ്. ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുപോയ മാതാവിനോട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും തോന്നിയ നീരസം ഇത്രയും കാലം പ്രതികൾക്ക് ഗുണം ചെയ്തു. അച്ഛനെ അവിശ്വസിക്കാൻ 17 വയസ്സായ മകൻ ഇപ്പോഴും തയ്യാറല്ല. ജീവനുണ്ട്, അത് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയടാ, എനിക്കൊരു ഇതില്ല, ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, സൂചന കിട്ടില്ല, ഞാൻ അമ്മയെ കൊണ്ടുവരും. അമ്മയുടെ അമ്മ കഷ്ണം എനിക്കുണ്ടാവും, ഞാൻ കൊണ്ടുവരും അമ്മയെ. ഭർത്തൃവീട്ടിൽ കല ജാതി അധിക്ഷേപം നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ അനിലുമായി നല്ല ബന്ധത്തിലായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ദമ്പതികൾ കുറേക്കാലം വാടകയ്ക്ക് താമസിച്ചെന്നും കലയുടെ അമ്മയുടെ സഹോദരി ശോഭനാകുമാരി പറഞ്ഞു. ജാതിപരമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിമ്മയ്ക്കാണ്, ഇവളുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നെന്നാണ് പറയുന്നത്. ഇവളെ ജാതിയിൽ അവളെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഇവർ രണ്ടിടത്ത് വാടകയ്ക്ക് താമസിച്ച് ഈ വഴക്കുകൊണ്ട്. കല മറ്റാർക്കോ ഒപ്പം സുഖമായി ജീവിക്കുന്നുവെന്നാണ് ബന്ധുക്കൾ വിശ്വസിച്ചിരുന്നത്. സ്വന്തം പിതാവ് മരിച്ചപ്പോൾ പോലും കല വരാതിരുന്നത് ജാള്യത കൊണ്ടാകുമെന്നും കരുതി. പ്രതികൾ ഇത്രയും കാലം സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും കലയുടെ മാതൃസഹോദരിയുടെ മകൾ സിന്ധു. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള കൂട്ടത്തിലാണ്. ഇവരൊക്കെ ഞങ്ങളോട് വന്ന് നല്ല സഹകരണമുള്ള കൂട്ടത്തിലാണ്. ഈ ഇപ്പം കൊണ്ടുപോയ സോമനും പ്രമോദ് എന്നൊക്കെ പറയുന്നത്. 2 മാസം മുൻപ് തുടങ്ങിയ അന്വേഷണത്തിൽ കലയെക്കുറിച്ച് നാട്ടിൽ പ്രചരിച്ച കഥയും മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസിനെ കുഴപ്പിച്ചു. മുഖ്യസാക്ഷി സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കല കൊല്ലപ്പെട്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. 24 ആലപ്പുഴ.